നമസ്കാരം. പ്രവാസ ജീവിതത്തിന്റെ ഭാഗമാണ് യാത്രകൾ. പലപ്പോഴും വിമാനയാത്രയുടെ പേരിൽ പ്രവാസികൾ ഏറെ ബുദ്ധിമുട്ട് അനുഭവിക്കാറുണ്ട്. അത് ടിക്കറ്റ് നിരക്കിന്റെ കാര്യത്തിലും യാത്രയിലുണ്ടാകുന്ന അസൗകര്യത്തിലും എല്ലാം കാണാം. വിമാനയാത്രയിൽ ഏറ്റവും വെല്ലുവിളി ഉയർത്തുന്ന ഒന്നാണ് ഒപ്പം കൊണ്ടുപോകാവുന്ന ബാഗേജിന്റെ ഭാരം. പലപ്പോഴും ഇതുകൊണ്ട് യാത്രക്കാർ കുഴഞ്ഞു പോകാറുണ്ട്. ഇപ്പോഴിതാ യാത്രക്കാർക്ക് ബാഗേജിന്റെ ഭാരത്തിൽ ഗുണകരമായ പ്രഖ്യാപനവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് ബഡ്ജറ്റ് എയർലൈനായ എയർ അറേബ്യ. യാത്രക്കാർക്ക് കൊണ്ടുപോകാവുന്ന ഹാൻഡ് ബാഗേജിന്റെ ഭാരമാണ് എയർ അറേബ്യ വർദ്ധിപ്പിച്ചത്. യാത്രക്കാർക്ക് കൊണ്ടുപോകാവുന്ന ഹാൻഡ് ബാഗേജിന്റെ ഭാരം 7 കിലോയിൽ നിന്ന് 10 കിലോയായി ഉയർത്തിയിരിക്കുകയാണ് എയർ അറേബ്യ. കൈവശമാകെ കൊണ്ടുപോകാവുന്ന ഹാൻഡ് ബാഗേജിന്റെ ഭാരമാണ് 10 കിലോ. ക്യാരി ഓൺ ബാഗുകൾ, വ്യക്തിഗത സാധനങ്ങൾ, ഡ്യൂട്ടി ഫ്രീ പർച്ചേസുകൾ എന്നിവ ഇതിൽ ഉൾപ്പെടുമെന്ന് എയർലൈനിന്റെ വെബ്സൈറ്റിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ ഭാരപരിധിയിൽപ്പെടുന്ന 2 ബാഗുകൾ യാത്രക്കാർക്ക് കൈവശം വയ്ക്കാം. യാത്രക്കാരുടെ സീറ്റിന് മുമ്പിൽ വയ്ക്കാവുന്ന രീതിയിലുള്ള ബാഗ് ആകണം. അതേസമയം കൈക്കുഞ്ഞുങ്ങളുമായി യാത്ര ചെയ്യുന്നവർക്ക് 3 കിലോ അധികമായി കൊണ്ടുപോകാമെന്നും എയർലൈൻ അറിയിച്ചിട്ടുണ്ട്. UAEയിലെ മറ്റ് വിമാന കമ്പനികളായ എമിറേറ്റ്സ്, ഫ്ലൈ ദുബായ്, ഇത്തിഹാദ് എന്നിവയിൽ ഹാൻഡ് ബാഗേജ് പരിധി 7 കിലോയാണ്. കാലാകാലങ്ങളായി പ്രവാസികൾ അനുഭവിച്ചു വരുന്ന മറ്റൊരു ദുരിതമാണ് സീസണിലും അവധിക്കാലത്തുമൊക്കെ വിമാന ടിക്കറ്റിന്റെ നിരക്ക് കൂട്ടുന്നത്. ഇതിനുകൂടി എന്തെങ്കിലും ഒരു മാറ്റമുണ്ടായാൽ നല്ലതായിരുന്നു. എത്രയോ വർഷമായി പ്രവാസികൾ ഈ അനീതി നേരിടുന്നുണ്ട്. അവരുടെ ഗതികേട് കൊണ്ടാണ് ഇതിനൊക്കെ നിന്നു കൊടുക്കേണ്ടി വരുന്നത്. പല പ്രവാസികളും ഗൾഫിൽ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന കാശ് വിമാന കമ്പനികൾക്ക് കൊടുത്തിട്ട് വരേണ്ട ഗതികേടിലാണ്. അല്ലെങ്കിൽ യാത്രകൾ ഒഴിവാക്കേണ്ടി വരും. അതുമല്ലെങ്കിൽ ടിക്കറ്റ് നിരക്ക് കുറയുന്നത് വരെ കാത്തിരിക്കണം. എപ്പോഴാണോ പ്രവാസികൾക്ക് കൂടുതൽ ആവശ്യമുള്ളത് ആ സമയത്ത് നിരക്ക് കൂട്ടി അവരെ ഊറ്റിപ്പിഴിയുക എന്നുള്ളത് വർഷങ്ങളായി എല്ലാ വിമാന കമ്പനികളും ആവർത്തിച്ചു വരുന്നൊരു കാര്യമാണ്. പ്രത്യേകിച്ച് ഉത്സവകാലമായ ഓണക്കാലം, പെരുന്നാൾ സീസൺ, അല്ലെങ്കിൽ പരീക്ഷാക്കാലം, അവധിക്കാലം, അപ്പോഴൊക്കെയാണ് കുടുംബസമേതം പ്രവാസികൾ ഏറ്റവും അധികം നാട്ടിലേക്ക് വരുന്നതും അവധി കഴിഞ്ഞ് തിരിച്ചു പോകുന്നതുമൊക്കെ. ഈ തക്ക നോക്കിയാണ് വിമാന കമ്പനികൾ ഇവരെ ഇങ്ങനെ കൊള്ളയടിക്കുന്നത്. സാധാരണ നിരക്കിനേക്കാൾ വളരെ കൂടുതൽ നിരക്കാണ് ആ സമയത്ത് വിമാന കമ്പനികൾ വസൂലാക്കുന്നത്. ഇതിനെതിരെ കാലാകാലങ്ങളിൽ വലിയ പ്രതിഷേധമൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഇതിലൊന്നും വലിയ മാറ്റമൊന്നും വന്നിട്ടില്ല. പുതുവർഷത്തിൽ വിമാന ടിക്കറ്റ് നിരക്കിൽ വലിയ വർധനവിന് സാധ്യതയുണ്ടെന്ന് റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. മിക്ക അന്താരാഷ്ട്ര റൂട്ടുകളിലും വിമാന നിരക്ക് 2% മുതൽ 14% വരെ വർദ്ധിക്കുമെന്നാണ് വിവരം. ഏഷ്യ പസഫിക്, മിഡിൽ ഈസ്റ്റ്, വടക്കേ അമേരിക്ക എന്നിവിടങ്ങളിലായിരിക്കും വിമാന നിരക്ക് ഏറ്റവും കൂടുതൽ ഉണ്ടാവുകയെന്നാണ് അറിയാൻ സാധിക്കുന്നത്. അന്താരാഷ്ട്ര വിമാനയാത്രയുടെ നിർണായക കേന്ദ്രമായ മിഡിൽ ഈസ്റ്റ് യാത്രകളെ ബാധിക്കുമെന്ന് തന്നെയാണ് പുറത്തുവരുന്ന വിവരങ്ങൾ സൂചിപ്പിക്കുന്നത്. വിമാന ടിക്കറ്റ് സീസണിൽ കൂടുന്നതിനെതിരെ ഒരു മാറ്റം വരേണ്ടത് അനിവാര്യമാണ്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ന്യൂസ് ഡെസ്ക്, ഈനാട് മലയാളം.